ടെലിഗ്രാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം. നമ്മൾ സാധാരണ ഇപ്പോൾ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ടെലിഗ്രാം ഉപയോഗിക്കുന്നത്. പക്ഷേ സിനിമ ഡൗൺലോഡ് ചെയ്യുക, ഫയൽ ട്രാൻസ്ഫർ ചെയ്യുക, അത് മാത്രമല്ല ടെലിഗ്രാമിൻ്റെ അതിലുള്ള ഒരു ഓപ്ഷൻ. ഒട്ടനവധി ഫീച്ചറുകളുള്ള ഒരു ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം. അങ്ങനെയുള്ള ഈ ടെലിഗ്രാമിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് അതിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ടെലിഗ്രാമിൻ്റെ മെസ്സേജ് ഓപ്ഷനുകളാണ്. എങ്ങനെയാണ് ടെലിഗ്രാമിൽ നമ്മൾ മെസ്സേജിൻ്റെ ഓപ്ഷനുകളെ പരിചയപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് എടുക്കുക, അതിലെ ചാറ്റ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല, നമ്മളൊരു മെസ്സേജ് ഹായ് എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്യാണ്, നമ്മളത് സെൻഡ് ചെയ്തു. ഇപ്പോൾ ഈ സെൻഡ് ചെയ്ത മെസ്സേജ് നമ്മൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ മെസ്സേജിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. മെസ്സേജിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്ക് ഒരു പെന്നിൻ്റെ ഒരു എഡിറ്റിംഗ് സിഗ്നൽ മുകളിൽ വരും. അതിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്താണോ കൂട്ടിച്ചേർക്കാനുള്ളത് അല്ലെങ്കിൽ എന്താണോ മാറ്റാനുള്ളത് അത് ചെയ്യുക. എന്നിട്ട് സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുക്കുമ്പോൾ എഡിറ്റഡ് എന്ന് പറഞ്ഞ് വരും. പക്ഷേ നമ്മൾ ആദ്യം അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് മാറ്റം വരുത്തി അയക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കാം. നമ്മൾ വീണ്ടും ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു, ഹായ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. അതിലൊന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻ വരും. അതിൻ്റെ അകത്ത് സ്പോയിലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്പോയിലർ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളത് സെൻഡ് ചെയ്യുമ്പോഴും എന്ത് മെസ്സേജാണ് അയച്ചെന്ന് കാണാൻ പറ്റില്ല. കിട്ടുന്നയാൾ അതിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മെസ്സേജാണ് അയച്ചതെന്ന് അവിടെ തെളിഞ്ഞു വരും. നമ്മൾ ഒരു മെസ്സേജ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്, ഹായ് എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്യും. നമ്മളതെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ 3 ഡോട്ട് എടുക്കുമ്പോൾ ബോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോൾഡ് ആകും. നമുക്ക് ആ 3 ഡോട്ടിൽ തന്നെ വീണ്ടും ഇറ്റാലിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെരിഞ്ഞ് വരും. നമുക്കിങ്ങനെ വിവിധ തരം ഓപ്ഷനുകൾ അതിൻ്റെ അകത്തുണ്ട്. മെസ്സേജിൻ്റെ ടെക്സ്റ്റ് ഫോണ്ട് മാറ്റുന്നത്, ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇനി നമ്മൾക്ക് അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ആ മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത മെസ്സേജാണ് ആൾക്കാർക്ക് പോകുന്നത്. പക്ഷേ ആ മെസ്സേജിലൊന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. നമ്മൾ എന്ത് ലിങ്കാണോ അയച്ചത് ആ ലിങ്കാണ് അവിടെ ഓപ്പൺ ആയി വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതൊന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ലിങ്കാണോ അയച്ച് ആൾക്ക് കൊടുത്തത് ആ ലിങ്ക് ഇവിടെ അടുത്തൊരു ബ്രൗസറിൽ ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ വിവിധ തരങ്ങളിൽ നമുക്ക് ടെലിഗ്രാമിൽ മെസ്സേജുകൾ അയക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ മെസ്സേജ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക, ഡിലീറ്റ് സെലക്ട് ചെയ്യുക. ഡിലീറ്റ് ഓൾസോ എന്ന് പറഞ്ഞ് ടിക്കോടെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും മെസ്സേജ് ഡിലീറ്റ് ആവും. മെസ്സേജ് ഡിലീറ്റ് ആകുക മാത്രമല്ല, വാട്സാപ്പിലുള്ളതുപോലെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തതിൻ്റെ ഒരു സിഗ്നലോ ഒരു സിമ്പലോ ഒന്നും വരില്ല. രണ്ടാൾക്കാരുടെ ചാറ്റിൽ നിന്നും ആ മെസ്സേജ് മൊത്തത്തിൽ ഒരു സിഗ്നൽ പോലും ഇല്ലാതെ ഡിലീറ്റായി പോകുന്നതായിരിക്കും. ടെലിഗ്രാമിൻ്റെ വിവിധ മെസ്സേജ് ഓപ്ഷനുകൾ മനസ്സിലായില്ലേ? എങ്ങനെ വെറൈറ്റി ആയിട്ട് മെസ്സേജ് അയക്കാം, എങ്ങനെ മെസ്സേജിൽ ലിങ്ക് ആഡ് ചെയ്യാം എന്നൊക്കെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക.